ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. തമ്പനെയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ, പരീക്ഷ പേടി എങ്ങനെ മാറ്റാം അല്ലെ? കുറെ ആളുകൾക്ക് പരീക്ഷനെ ഭയങ്കര പേടിയാണ്. ക്രിസ്മസ് എക്സാം വരുന്നുണ്ട് സാറേ, എന്താ ചെയ്യാ, എത്ര പഠിക്കാനുണ്ട് അല്ലേ, എങ്ങനെ ഇത് പഠിച്ച് തീർക്കാം മാഷെ, ഒരു ഐഡിയ ഇല്ലല്ലോ. ഒരുപാട് കുട്ടികൾ ക്രിസ്മസ് എക്സാം കൊണ്ട് വരുമ്പോൾ തന്നെ പേടിച്ചിരിക്കുകയാണ്. ക്രിസ്മസ് ലീവ് ഒരു വളരെ ഹാപ്പിയാണ്, പക്ഷെ ക്രിസ്മസ് എക്സാം എന്ന് പറയുന്നതിലെ ഓണം വളരെ ഹാപ്പിയാണ്. ഓണപ്പരീക്ഷ 5 പൈസക്ക് ഉണ്ടാവില്ല. ക്രിസ്മസ് വളരെ ഹാപ്പിയാണ്, പക്ഷെ ക്രിസ്മസ് എക്സാം ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ നമ്മളിതെല്ലാം ഫേസ് ചെയ്തേ പറ്റൂ അല്ലേ? അപ്പൊ സാർ, എങ്ങനെയാണ് നമ്മൾ ഈ ക്രിസ്മസ് എക്സാം വരുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സാമിനെ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു 5 ടിപ്പ് പറഞ്ഞുതരാം. മക്കളെ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. നമ്മൾ ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് നമ്മൾ ചെയ്യേണ്ട ഒന്ന് ഫോക്കസ് ചെയ്യട്ടോ. ഇപ്പോഴേ നമ്മൾ ഇത് ഫോക്കസ് ചെയ്ത ഒരു സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പബ്ലിക് എക്സാം വരുന്ന സമയത്ത് നമ്മുടെ ഫുൾ മാർക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഈ ഒരു ഹാഫ് ഇയർലി എക്സാം ആയിട്ടുള്ള ഒരു സെക്കൻഡ് ടൈം എക്സാമിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മോഡൽ എക്സാമിന് ഒന്നും കൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് എന്താവും, ഈ സ്ട്രാറ്റജി നമ്മളൊരു പാർട്ടായി മാറിയിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് പ്രിപ്പറേഷൻ നടത്തേണ്ടത്. എക്സാമിന് പ്രിപ്പറേഷൻ നമ്മൾ നടത്തണം. എങ്ങനെയാണ് പ്രിപ്പറേഷൻ നടത്തേണ്ടത് നോക്കൂ. നിങ്ങൾ ഒന്ന് ക്രിയേറ്റ് സ്റ്റഡി പ്ലാന്. നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കണം. ഞാനൊക്കെ ഇംഗ്ലീഷിന് എങ്ങനെ പഠിക്കണം എന്ന് പറയുന്ന ഒരു സ്റ്റഡി പ്ലാൻ വളരെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പറയുന്നുണ്ട്, ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ഓണം എക്സാമിന് എടുത്തതിന് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട, അതിന് ശേഷം എടുത്തതിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഏതെല്ലാം യൂണിറ്റുകളാണെന്നുള്ളത് ഞാൻ ഇംഗ്ലീഷിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോരോ ടീച്ചേഴ്സും എവിടെ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അല്ല, നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏതെല്ലാം വിഷയങ്ങൾ, 10 വിഷയങ്ങൾ ഉണ്ടല്ലോ, ഈ 10 വിഷയങ്ങളിൽ എവിടെ ഫോക്കസ് ചെയ്യണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ, ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ. നമ്മളൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കണം. എന്ത് പഠിക്കണം ഈ ക്രിസ്മസ് എക്സാമിന്, ഞാൻ എന്ത് പഠിക്കണം, എന്നിട്ട് ആ സ്റ്റഡി പ്ലാനിൽ ഉണ്ടാവില്ലേ, ബ്രേക്ക് ഡൗൺ സ്റ്റഡി മെറ്റീരിയൽ ഇൻ ടു മാനേജബിൾ ചങ്ക്സ് അല്ലേ, നമുക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിൽ. ഇന്ന് സാറേ ഞാൻ ഒരു പ്ലാൻ ഉണ്ടാക്കി, ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്ന ഇംഗ്ലീഷിലുള്ള ഈ ഒരു യൂണിറ്റ് ഞാൻ പഠിച്ചു തീർക്കും ഇന്നൊരു ദിവസം. അപ്പം ഞാൻ ആ യൂണിറ്റ് കഴിഞ്ഞു, അടുത്ത ദിവസം സെക്കൻഡ് യൂണിറ്റ് ഞാൻ പഠിച്ചു തീർക്കും, കഴിഞ്ഞ്. അതല്ലാണ്ട് വേറെ പഠിക്കാനേ നിൽക്കരുത്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ആദ്യം തയ്യാറാക്കണം. അതാണ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഒന്നാമത് ചെയ്യേണ്ടത് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കണം. ഈ സ്റ്റഡി പ്ലാൻ എല്ലാത്തിനും നമ്മൾ ഡേ ഉണ്ടാവില്ലേ, എത്ര ദിവസം ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പഠിക്കാനുള്ള പോർഷൻസ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് എ റിയലിസ്റ്റിക് ഗോൾസ് അല്ലേ. നമ്മൾ ഒരു ഗോൾ ഉണ്ടാവണം. ജസ്റ്റ് പാസ്സായാൽ മതിയോ? അല്ല, നമ്മൾ ഇപ്പോഴേ ഫുൾ മാർക്ക് മേടിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിച്ചു തുടങ്ങിയാലാണ് അല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാക്സിമം മാർക്കിലേക്ക് എത്താൻ കഴിയുള്ളൂ എന്നുള്ളതാ. അച്ചീവ് സ്മോൾ ഗോൾസ് ടു ബിൽഡ് കോൺഫിഡൻസ്. നമ്മളിപ്പോൾ നേരത്തെ ഒരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞില്ലേ, നമ്മളൊരു പ്ലാൻ ഇട്ട് കഴിഞ്ഞില്ലേ, ഈ പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു യൂണിറ്റാണ് ഒരു ദിവസം പ്ലാൻ ചെയ്യുന്നതെങ്കിലും നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഞാൻ അത് പഠിച്ചല്ലോ അല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ആ ഒരു യൂണിറ്റ് ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ പഠിച്ചു കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്ലേ, ചെറിയ ചെറിയ ഗോളുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ എന്ത് ചെയ്യും, ഒരു കോൺഫിഡൻസ് നമ്മളുള്ളിൽ കയറി വരും. അപ്പം നമ്മളെന്താ സെറ്റ് റിയലിസ്റ്റിക് ഗോളിൽ പറ്റുന്നത് പറഞ്ഞാൽ മതിയടാ. ഒരു ദിവസം കൊണ്ടേക്കാണ് ഞാൻ ഇംഗ്ലീഷ് കംപ്ലീറ്റ് തീർക്കും, അങ്ങനൊന്നും തീരുമാനിക്കരുത്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ കെമിസ്ട്രി മുഴുവൻ, അങ്ങനെ ചെയ്യരുത്. സെറ്റ് റിയലിസ്റ്റിക് ഗോൾ ഇറങ്ങിച്ചാൽ നിങ്ങളെ കൊണ്ട് താങ്ങാവുന്നത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങളെ ബ്രെയിനിന് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്കംഫോർട്ട് ആവില്ലേ, നമ്മളെ കംഫോർട്ട് ആയിക്കൊണ്ട് നമ്മൾ ഹാപ്പി ആക്കിക്കൊണ്ടുള്ള ഒരു പോർഷൻ മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ദ തേർഡ് വൺ നോക്കൂ നിങ്ങൾ, പ്രാക്ടീസ് കൺസിസ്റ്റൻ്റ്ലി അല്ലേ. റെഗുലർ പ്രാക്ടീസ് റീഇൻഫോഴ്സസ് ലേണിംഗ്. നമ്മൾ ഈ പഠിച്ച സംഗതി എന്ത് ചെയ്യണം, ഒന്നിപ്പോൾ മാത്സ് ഒക്കെയാണ് നിങ്ങൾ പഠിച്ചെങ്കിൽ, ആ മാത്സിൻ്റെ ഒരു ചാപ്റ്ററാണ് പഠിച്ചെങ്കിൽ ആ ചാപ്റ്ററിലുള്ള മെയിൻ പ്രോബ്ലംസ് എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഈവനിങ്ങിലേക്ക് മാറ്റി വെക്കുക. പറഞ്ഞ് മനസ്സിലാണ്ടോ? അല്ലെങ്കിൽ നൈറ്റിൽ എത്ര മണിൻ്റെ ശേഷം, അല്ലെങ്കിൽ രാവിലെ ഞാൻ എന്ത് ചെയ്യാണ്, ഇന്ന് പഠിച്ച സാധനം ഞാൻ രാവിലെ എന്ത് ചെയ്യും, ഒന്നും കൂടെ ഒന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻ ഞാൻ മാറ്റി വെക്കുന്നു. അങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം മോർണിംഗിൽ എന്ത് ചെയ്യുക, ആ ഒരു സംഗതിനെ വീണ്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് ആണല്ലേ. നമ്മളിതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, ഒരു പെർഫെക്റ്റ് ആയിട്ട് പിന്നെ ആ ചോദ്യം കിട്ടിയാൽ മതി, നമ്മൾ തകർത്ത് പൊളിക്കും എന്നുള്ളതാണ് അല്ലേ. ഫിസിക്സിലെ പ്രോബ്ലംസ് ആണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, നൈസായിട്ട് ഇങ്ങനെ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ ഒരു ദിവസത്തേക്കല്ലേ നമ്മൾ ഹാപ്പി ആകുന്ന രൂപത്തിലാവണേ. കണ്ടമാനം ക്വസ്റ്റ്യൻസ് പിറ്റേ ദിവസത്തേക്ക് മാറ്റിയേക്കരുത്. എപ്പോഴും നമ്മൾ പറയുന്നത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഹാപ്പി ആക്കാൻ പറ്റുന്ന അത്രേ ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൊടുക്കാൻ പാടുള്ളൂ. ഒരു കുപ്പിയിൽ
അല്ലേ? ഒരു കുപ്പിയിൽ നമുക്ക് ആ കുപ്പിയിൽ കൊള്ളാവുന്ന വെള്ളയെ നിറക്കാൻ പറ്റുള്ളൂ, അതിന് അങ്ങേപ്പുറത്തേക്ക് നിറക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ബ്രെയിനും നമുക്ക് ഇപ്പോൾ അല്ലേ ആ കുപ്പിയിൽ നിന്ന് ഓവർഫ്ലോ ഉണ്ടാവും എന്ന് പറയില്ലേ, അതുപോലെ തന്നെ നമുക്ക് ആകെ വെറുക്കും. നമുക്ക് കൂടുതൽ കുറേ മെസ്സേജുകൾ കൊടുക്കരുത്, കുറച്ച് എന്ത് ചെയ്യുക, കാര്യങ്ങൾ കൊടുത്തിട്ടാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ്. അങ്ങനെ മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്ത് വന്നാൽ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. റിവ്യൂ ആൻഡ് റിവൈസ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവ്യൂ നടത്തുക. ആഹാ, ഞാൻ എത്ര ഏരിയ പഠിച്ചു ഇല്ലേ, ഞാൻ കെമിസ്ട്രി ഫുള്ളാക്കിയില്ലേ. നോക്കൂ, ക്ലാരിഫൈ ഡൗട്ട്സ് ഇൻ ഫോഴ്സ് കോൺസെപ്റ്റ്സ് ഇല്ലേ, നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയി. യെസ്, ഈ ഡൗട്ടൊക്കെ ഞാൻ ക്ലിയർ ആക്കിയിട്ടുണ്ടല്ലോ. ഇതിനൊരു സ്ട്രാറ്റജി ഉണ്ട് കേട്ടോ. നമ്മളെ റാൻസിന് പ്രത്യേകമായിട്ടൊരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു ചാപ്റ്ററിന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ചാപ്റ്ററിനെ ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ആ ചാപ്റ്ററിന് നിങ്ങൾ എന്ത് ചെയ്യണം, 3 സെഷൻസ് ആയിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. 1, 2, 3 എന്ന് പറയുന്ന 3 സെഷൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡിവൈഡ് ചെയ്യണം. 1, 2, 3 എന്ന് പറയുന്ന 3 സെഷൻസ്. ഈ സെഷൻസിൽ 1, 2, 3 അല്ലേ, അങ്ങനെ ടോപ്പിക് 1, ടോപ്പിക് 2, ടോപ്പിക് 3 എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലും അതുപോലെ തന്നെ ടോപ്പിക് 1, ടോപ്പിക് 2, ടോപ്പിക് 3 അല്ലേ, ഇതിലും ടോപ്പിക് 1, ടോപ്പിക് 2, ടോപ്പിക് 3 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഈസി ആയിട്ട് ആലോചിച്ച് നോക്കട്ടാ. ഇത് ഞാൻ പഠിച്ചോ, ഈ 1ാമത്തെ സെഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ, അങ്ങനെ ചെക്ക് ചെയ്താൽ മതി. വളരെ സിമ്പിളായിട്ട് ചെക്ക് ചെയ്യുക അല്ലേ. അങ്ങനെ 1ാമത്തെ സെഷൻ ഓക്കെ, ഇനി ടോപ്പിക്കുകളാണ്, അത് ഞാൻ ഓക്കെയാണ് അല്ലേ. സെക്കൻഡ് സെഷനിൽ ഇന്നാലിൻ്റെ ടോപ്പിക്സ് ആണ്, അത് ഞാൻ ഓക്കെയാണ് അല്ലേ. 3rd സെഷന് ഇന്നാലിൻ്റെ ടോപ്പിക്സ് ആണ്, യെസ്, അതും ഞാൻ ഓക്കെയാണ്. കഴിഞ്ഞടാ. അപ്പം പിന്നെന്താണ് നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ആ ചാപ്റ്റർ നമ്മൾ ഓക്കെ ആയിട്ടുണ്ടാകും. ഇങ്ങനെ നിങ്ങൾ കട്ട് ചെയ്യാണ്ട് ഒരു അല്ലേ തുടക്കം മുതൽ ഒടുക്കം വരെ ആ നോട്ട്ബുക്ക് എടുത്താണ്ട് വായിച്ചു നോക്കാനാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഹാപ്പി ആവില്ല. നമ്മൾ പേടി കൂടിക്കൊണ്ട് എന്ത് ചെയ്യും, നമ്മളെ പഠനം ഇല്ലാണ്ടാവുകയാണ് ചെയ്യുക, നശിക്കുകയാണ് ചെയ്യുക. നോക്കൂ, നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന 5ാമത്തെ പറയട്ടോ, കൺസൾട്ട് ടീച്ചേഴ്സ്, ട്യൂട്ടേഴ്സ് ഓർ ക്ലാസ്മേറ്റ്സ്. നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കണം. ചില ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം എന്ന്. എന്തിനത് ക്ലിയർ ചെയ്യാണ്ട് നിൽക്കണം അല്ലേ. നമുക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ജർമ്മൻ ടെക്നോളജി ഉണ്ട്, അല്ലെങ്കിൽ ജർമ്മൻ മെത്തേഡ് ഉണ്ട്. എന്തിനുള്ളതെന്ന് അറിയോ, നമ്മളെ ബ്രെയിനിൽ നമ്മൾ പഠിച്ചത് നിൽക്കണമെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളെ ഫോഴ്സ് ചെയ്യരുത്. മറിച്ച് എന്ത് ചെയ്യുന്ന അറിയോ, ചെറിയ സ്മോൾ ചേഞ്ചസ് എന്ത് ചെയ്യുക, നമ്മൾ ഉണ്ടാക്കുക. സ്മോൾ ചേഞ്ചസ് നമ്മൾ ലൈഫിൽ എന്ത് ചെയ്യുക, ഉണ്ടാക്കി കൊണ്ടുവരുന്ന സമയത്ത് അത് ബിഗ് ചേഞ്ച് ആയിട്ട് എന്ത് ചെയ്യും, പിന്നീട് മാറും. അതായത് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ നാളെ രാവിലെ 4 മണിക്ക് എക്സാമിൻ്റെ സമയമല്ലേ. ഇനി എക്സാമൊക്കെ ആകുമ്പോൾ, പബ്ലിക് എക്സാമൊക്കെ ആകുമ്പോൾ നമുക്ക് 4 മണിക്ക് എണീറ്റ് പഠിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ എക്സാമിൻ്റെ അന്ന് ആ ഒരു വീക്കിൽ നമ്മൾ 4 മണിക്ക് എണീറ്റ് പഠിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്താൽ ഒരിക്കലും നമ്മളെ മൈൻഡ് എന്ത് ചെയ്യില്ല, അതിനെ അലോ ചെയ്യില്ല, നമ്മൾ കിടന്നുറങ്ങാണ് ചെയ്യുക. അപ്പോൾ എന്താ ചെയ്യാന്ന് പറയുക, ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്ലാൻ ചെയ്യുക. എനിക്ക് പബ്ലിക് എക്സാം ആ സമയത്തൊക്കെ ആകുമ്പോൾ 4 മണിക്ക് എണീറ്റ് പഠനം തുടങ്ങണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ മൈൻഡ് സെറ്റ് മാറ്റുക അല്ലേ. അപ്പോൾ മൈൻഡ് സെറ്റിൽ ചേഞ്ച് വരുത്തണം. എന്താണെന്ന് അറിയോ, ഇപ്പം 6 മണിക്ക് എണീക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നാളെ മുതൽ ഡിസൈഡ് ചെയ്യുക. എന്താ അറിയോ, നാളെ മുതൽ ഒരു 5 ദിവസം ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയോ, 6 മണിക്ക് എണീക്കണം, ഞാൻ 5:50 എണീക്കുമെന്ന് പറയുന്ന സ്മോൾ ഇൻക്രിമെൻ്റൽ ചേഞ്ച് ആയിട്ട് വരുന്നത്. നമുക്ക് 5 ദിവസങ്ങൾ 5:50 എണീക്കുക. ക്ലിയർ അല്ലേ. പിന്നെ ഒരു 5 ദിവസം 5:40 എണീക്കുക. പിന്നെ ഒരു 5 ദിവസം എന്ത് ചെയ്യുക, 5:30 എണീക്കുക അല്ലേ. 15 ദിവസം ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തായി നിങ്ങൾ 5:30 എണീക്കണ വ്യക്തികളായി. വീണ്ടും ഒരു 15 ദിവസം കഴിയുമ്പോൾ 1 മാസം ആകുമ്പോൾ നിങ്ങൾ എന്തായി പിന്നെ 5 മണിക്ക് എണീക്കണ വ്യക്തികളാവും. 2 മാസമായി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണേ, നിങ്ങൾ 4 മണിക്ക് എണീക്കുന്ന വ്യക്തികളായി മാറും. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, നമ്മളെ പബ്ലിക് എക്സാമിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, എത്തിയിരിക്കും എന്നുള്ളതാണ്. ഫോക്കസ് ചെയ്യണേ. അപ്പൊ സ്മോൾ ഇൻക്രിമെന്റൽ ചേഞ്ച് കേട്ടോ. ജർമ്മൻ അല്ല, ജാപ്പനീസ് ടെക്നോളജി, ജാപ്പനീസ് ആണ്. ശ്രദ്ധിക്കുക, സ്മോൾ ഇൻക്രിമെന്റൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംഗതി എന്ത് ചെയ്യണം, എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ചെറിയ മാറ്റങ്ങൾ എന്ത് ചെയ്യണം, ലൈഫിൽ ഇപ്പോഴേ വരുത്തി തുടങ്ങുക. അത് കുറച്ച് കഴിയുമ്പോൾ വലിയ മാറ്റമായിട്ട് നമുക്ക് എന്ത് ചെയ്തോളും, ഫീൽ ചെയ്തോളും. അപ്പം എന്ത് ചെയ്യുക, നിങ്ങളെ ഹെൽപ്പൊക്കെ വേണമെങ്കിൽ നിങ്ങളെ ടീച്ചേഴ്സിന് ഒന്ന് ഹെൽപ്പ് മേടിക്കാൻ എന്ത് ചെയ്യണ്ട, മറക്കണ്ട. എക്സാമിന് ഇങ്ങനെ പേടിച്ചെന്നാണ്ടല്ലേ, അയ്യോ ഞാൻ അത് പഠിച്ചില്ലല്ലോ, ഞാൻ അന്ന് പനിയല്ലേന്നോ, പോയി ടീച്ചറുടെ അടുത്ത് പോയി ക്ലിയർ ചെയ്യുക. ഇല്ലെങ്കിൽ കം ടു റാൻസ് ലേണിംഗ് പോർട്ടൽ, ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നോക്കിക്കോളും. നിങ്ങളെ മൈൻഡ് സെറ്റിലല്ലേ ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തു ഓക്കെ ചെയ്തൊക്കെ, പക്ഷെ മൈൻഡ് സെറ്റ് ഒന്ന് മാറണം. നമ്മളെ മൈൻഡ് സെറ്റ് ഓക്കെ ഫൈൻ നമ്മൾ എന്താണ് മൈൻഡ് സെറ്റിൽ എന്ത് ചേഞ്ചസ് വരുത്തേണ്ടത് നോക്കൂ. നിങ്ങൾ റീഫ്രെയിം തിങ്കിങ്, നിങ്ങളെ ചിന്താഗതി മാറ്റുക. വ്യൂ എക്സാംസ് ആസ് ഓപ്പർച്യൂണിറ്റീസ് ടു ലേൺ അല്ലേ. നമുക്ക് പരീക്ഷ അല്ലേ,
പരീക്ഷ എന്ന് പറയുന്ന ഒരു സംഗതി ഉള്ളത് കൊണ്ടല്ലേ നമ്മളത് മൊത്തത്തിലൊരു പഠനം നടത്തുന്നത്, ഇല്ലേ? അപ്പൊ അതിനെ പേടിക്കാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയോ? വ്യൂ എക്സാം ആസ് ഓപ്പർച്യൂണിറ്റീസ്. ഈ പരീക്ഷകളൊക്കെ എനിക്ക് എന്താണ്? അവസരങ്ങളാണ് എന്ന് പറ. ടു ലേൺ, പഠിക്കാനുള്ള അവസരങ്ങളാണ് എന്ന് പറയുന്ന ഒരു ചിന്ത വെച്ചുകൊണ്ട്, അല്ലേ? അല്ലെ നിങ്ങൾ പഠിക്കൂലെന്നേ നമുക്കറിയാലോ, അല്ലേ? നമ്മൾ പഠിക്കൂല. അപ്പൊ നമ്മളെ മൈൻഡ് സെറ്റ് എന്ത് ചെയ്യുക? ഒരു റീഫ്രെയിം തിങ്കിങ്, നമ്മളെ ചിന്താഗതി എന്ത് ചെയ്യുക? ഒന്ന് മാറ്റുക. നെക്സ്റ്റ് നോക്കിക്കോളൂ നിങ്ങൾ. ഫോക്കസ് ഓൺ പ്രോഗ്രസ്. നമ്മളെ മൈൻഡ് സെറ്റ് മാറ്റിയാൽ മാത്രം പോരാ, അല്ലേ? ഒരു പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യണം. നമുക്കൊരു പ്രോഗ്രസ് ഉണ്ടാവൂടാ, ജീവിതത്തിൽ പ്രോഗ്രസ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ചിന്താഗതി മാറ്റണം. നമുക്ക് സെലിബ്രേറ്റ് സ്മോൾ ഇമ്പ്രൂവ്മെന്റ്സ്. നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് തുടങ്ങിയാൽ, അല്ലേ? നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു, ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നത്? അത് സെലിബ്രേറ്റ് ചെയ്യണം. ഫ്രണ്ട്സിനോടൊക്കെ ഞാനേ ഇനി എനിക്കാകണേ 10ാം ക്ലാസ്സിലുള്ള ഈ കെമിസ്ട്രിയിലുള്ള ഈ ചാപ്റ്ററില്ലേ, ഞാനത് സെറ്റാണ്, അല്ലേ? ഞാൻ എന്ത് ഈസി ആയിട്ട് പഠിച്ചു എന്നൊക്കെ പറഞ്ഞാണ്ട് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ എന്ത് ചെയ്യുക? അത് സെലിബ്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ്. നോക്കൂ നിങ്ങൾ. ഡെവലപ്പ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ബിലീവ് എബിലിറ്റീസ് ക്യാൻ ബി ഡെവലപ്ഡ്, അല്ലേ? നമുക്ക് നല്ല കഴിവുണ്ടടാ. ആർക്കും അല്ലാത്ത ഒരുപാട് നല്ല കഴിവുകൾ, അല്ലേ? നമുക്ക് ഒരുപാട് കഴിവ്. ഇന്ന് പാട്ട് പാടാനുള്ള കഴിവില്ലേ? അത് ചോദിച്ചാൽ പറയും ഇല്ല, എനിക്ക് കഴിവില്ല എന്ന്. ആരാ പറഞ്ഞ കഴിവില്ല എന്ന്? നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് പാടുന്നതൊക്കെ, അല്ലേ? ഒരു സ്റ്റേജിന് മുന്നിൽ നിന്ന് പാടാനുള്ളൊരു പേടിണ്ട് എന്നേ ഉള്ളൂ. അല്ലാണ്ട് പാടാൻ കഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ തരം താഴ്ത്തരുത്. നമുക്ക് എല്ലാവർക്കും ഒന്നുണ്ട്, നല്ല കഴിവുള്ള വ്യക്തികളാണെന്ന് പറയുന്ന ഒരു ചിന്താഗതി എന്ത് ചെയ്യണം? അവനവൻ്റെ മൈൻഡിൽ വരണം. ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. ഡെവലപ്പ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നല്ല ഉയർച്ചയുള്ള നല്ല മൈൻഡ് സെറ്റ് വേണം നമുക്ക്. ഈ മൈൻഡ് സെറ്റ് ഇല്ലാണ്ട് ഇന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല അങ്ങനെ പറയുന്ന ഒരു സിസ്റ്റം, അത് ഒഴിവാക്കടാ. നമുക്ക് എന്താ പറ്റുക? പാട്ട് പാടാൻ അറിയും. നിങ്ങൾ ആലോചിച്ച് വിട്ടാ, നിങ്ങൾ പാട്ട് പാടാൻ അറിയുന്നേ, പിന്നെ പ്രസംഗിക്കാൻ അറിയും. പ്രസംഗിക്കാൻ നിങ്ങൾക്ക് അറിയുന്നേ. ഒരാൾ വന്നിട്ട് നിങ്ങൾ ആളുകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ നടന്നു പോണ സമയത്ത് ഒരു ബൈക്കാരൻ വന്നിട്ട് ഇടിച്ച് തള്ളി കണ്ടിട്ട് നിങ്ങൾ, അല്ലേ? ഇടിച്ചിട്ടു എന്നിട്ട് പറയാട്ടോ, പിന്നെ നോക്കി നടക്കണ്ടേന്ന് പറഞ്ഞു കഴിച്ചാൽ നിങ്ങൾ പറയോ പിന്നെ സോറി എനിക്ക് പ്രസംഗിക്കാൻ അറിയില്ലോണ്ട് ഞാൻ മിണ്ടാണ്ടൊക്കെ അങ്ങനെ പറയോ? ഇല്ലല്ലോ. നമ്മളവിടെ കയറിയിട്ട്, അല്ലേ, എൻ്റെ അടുത്താണ് മിസ്റ്റേക്ക്, ഇയാൾ എന്നെ തള്ളിയിട്ട് എന്ന് പറയില്ല. അതാണ് പ്രസംഗം എന്ന് പറയുന്നത്. പറഞ്ഞ് മനസ്സിലാകണ്ടോ? നമുക്ക് പാടാനറിയാം, പ്രസംഗിക്കാനറിയാം, എല്ലാ കഴിവുള്ള ആളുകളാണ് നമ്മൾ. എന്നിട്ട് ഇല്ല അല്ലേ എന്നെ കൊണ്ട് പറ്റൂല അങ്ങനെ നമ്മളെ പറഞ്ഞിക്കാണ്ട് നമ്മളെ തരം താഴ്ത്തരുത്. നോക്കൂ നിങ്ങൾ. വിഷ്വലൈസ് സക്സസ്. നിങ്ങൾ ആലോചിക്കും നിങ്ങളുടെ മുന്നിൽ നിങ്ങളങ്ങനെ സക്സസ് ആയിക്കൊണ്ട് നിങ്ങൾ ഫുൾ A+ എടുത്തുകൊണ്ട്, അല്ലേ, നിങ്ങൾ ആ എക്സാമിന് റിസൾട്ട് വരുന്ന സമയത്ത് നാട്ടിൽ ഒരു ഫ്ലെക്സ് ഒക്കെ വെച്ചുകാണ്ട് ജനങ്ങൾ ഇങ്ങനെ നിങ്ങളെക്കുറിച്ച് വാനോളം പുകഴ്ത്തുക. നിങ്ങളെ കുടുംബക്കാർ, ഫാമിലിയിൽ നിങ്ങൾ, അല്ലേ, കുടുംബ ഗ്രൂപ്പൊക്കെ, ഫാമിലി ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ലേ, അതിൽ നിങ്ങളെ പോസ്റ്റർ ഇടുക. മാത്രമല്ല ഫാമിലി ഗ്രൂപ്പ് ഗ്യാദർ ചെയ്യുക, വീട്ടിൽ നമുക്ക് കൊണ്ടുവന്ന് കണ്ട് കുറേ പിന്നെ സമ്മാനങ്ങൾ തരും. അപ്പം എൻ്റെ കാക്കൻ്റെ മോളൻ ഉണ്ടായിരുന്നു SSLC ഫുൾ A+ മേടിച്ച സമയത്ത് എന്തൊരു ഹാപ്പിനെസ് ആയിരുന്നു എന്നാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഗോൾഡിൻ്റെ മാല കൊടുക്കുന്നത്, ഗോൾഡിൻ്റെ ബ്രേസ്ലെറ്റ് കൊടുക്കുന്നത്, പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, കുറേ കേക്ക് കട്ടിങ്, എത്രയോ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് കൊടുക്കാൻ പറ്റി. പിന്നെ മാത്രമല്ല അവിടെ വീടിൻ്റെ ഷോക്കേസ് കംപ്ലീറ്റ് ട്രോഫീസും മെമൻറ്റോസും ആണ്, അല്ലേ? എന്ത് രസമായിരിക്കും. അങ്ങനെ ഒരു സംഗതി ഉണ്ടാവില്ലേ നമ്മൾ വീട്ടിൽ, നമ്മളെ ഷോക്കേസിൽ വരുന്ന സമയത്ത്, അല്ലേ, നമ്മുടെ ഫോട്ടോസ് ഇങ്ങനെ കിടന്നിങ്ങനെ കടിക്കുക, ആളുകൾ വരുന്നവരൊക്കെ കാണുക. അതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കൂ. അത് ഫുള്ള് കിട്ടുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഷോക്കേസിലോ നോക്കുന്ന സമയത്ത് ഉണ്ടാവും ആ കുപ്പി ഗ്ലാസും കുറേ എടുക്കാത്ത പാത്രങ്ങളും ഉണ്ടാവും. പറഞ്ഞ് മനസ്സിലാവുണ്ടാവും. മെമൻറ്റോസ് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. സക്സസിനെ വിഷ്വലൈസ് ചെയ്യുന്ന സമയത്താണ് ഒരു ഡ്രീം നമ്മളുള്ളിൽ കയറി വരുള്ളൂ. പറഞ്ഞ് മനസ്സിലായിണ്ടാവുമല്ലോ, വിശ്വസിക്കുന്നുണ്ടോ? ഇമാജിൻ യുവർ സെൽഫ് ഫേസിങ് ദ എക്സാം, അല്ലേ? നിങ്ങളെ എക്സാമിനെ ഫേസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുക? ഇതിന് അങ്ങേപ്പുറത്ത് ഞാൻ പറയാം കേട്ടോ. നിങ്ങൾ എക്സാമിനെ വന്ന് കേച്ചാൽ ഫേസ് ചെയ്യുന്ന എക്സാം എന്താ വരട്ടെ, ഞാൻ വളരെ എന്ത് ചെയ്യും, ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഫേസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ എക്സാം ഒന്ന് കേൾച്ചാൽ ഇന്ന ചാപ്റ്റർ എന്നൊക്കെ വരിക, അല്ലെ? കറക്റ്റ് നമുക്ക് എവിടെ ഫോക്കസ് ചെയ്യണം നമുക്കറിയാം. അങ്ങനെ വന്നാൽ ഞാൻ അതിനെങ്ങനെ ഫേസ് ചെയ്യും എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, നമുക്കറിയാന്നേ. നമ്മൾ അതിന് വിഷ്വലൈസ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്ന ക്വസ്റ്റ്യൻസ് വരും, ഞാൻ അതെന്ത് ചെയ്യും, വളരെ ഈസി ആയിട്ട് എഴുതും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ക്ലിയർ അല്ലേ മക്കളെ? ദെൻ നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ നിങ്ങൾ. പോസിറ്റീവ് സെൽഫ് ടോക്ക്. എൻകറേജ് യുവർ സെൽഫ് വിത്ത് അഫർമേഷൻ. നിങ്ങളെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് പറ്റും, ഐ ക്യാൻ അല്ലേ? നമ്മളോട് തന്നെ പറയാം, എന്നെ കൊണ്ട് പറ്റൂല എന്നൊരു സംഗതി പറഞ്ഞാല് പിന്നെ ഓനെ കൊണ്ട് നടക്കൂല എന്ന് തന്നെയാണ്, അല്ലേ? ഫോർ എക്സാമ്പിൾ പറയാം കേട്ടോ, അല്ലേ? അങ്ങ് പാടാനറിയോ? ഇല്ല, പാടാനറിയില്ല. പിന്നെ പ്രസംഗിക്കാനറിയോ? ഇല്ല. ഓടാനറിയോ? ഇല്ല. പിന്നെ അയാൾക്കൊന്നിനും പറ്റൂല എന്നാണ്. എന്നാൽ അറിയും എന്നെ കൊണ്ട് പാടാൻ പറ്റും, അല്ലേ? നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുന്ന ആളുകളാണ് സക്സസ് ആവുക എന്നാ പറയാ, അല്ലേ? ഒഴുക്കിൽ ഇങ്ങനെ പോണ ആൾക്കാരാണെങ്കിൽ അത് സക്സസ് ഉണ്ടാവില്ല. അതിനെതിരെ ആര് നീന്തുന്നോ അയാൾ സക്സസ് ആവും എന്നുള്ളതാണ് എന്ന്.
അല്ലേടാ അല്ലേ? അപ്പോൾ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ എന്ത് ചെയ്യണം? എല്ലാവരും പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്ലസ് വണ്ണിലൊക്കെ ഒരു ചാപ്റ്റർ പഠിക്കുന്നത് ഐ വിൽ ഫ്ലൈ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പറയുന്നുണ്ട്. നമ്മൾ യുണീക്ക് ആവണം. നമുക്ക് ഒരുപാട് ചിറക് ദൈവം തന്നിട്ടുണ്ട്. അത് കിടന്നിങ്ങനെ എഴയാനല്ല, കിടന്ന് പാറാനാണ്. നമുക്ക് കഴിവൊക്കെ ഉണ്ട്. ആ കഴിവിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വിശ്വസിക്കുക. മാത്രമല്ല, നിങ്ങൾ നിങ്ങളോട് തന്നെ പറയാം, ഐ ക്യാൻ, ഐം ബോൺ വിത്ത് വിങ്സ്. ഞാൻ ചിറകുകളായിട്ട് ജനിച്ചതാണ് അല്ലേ? ഐം ബോൺ വിത്ത് ഐഡിയാസ്. എനിക്ക് ഐഡിയാസ് ആയിട്ട് ജനിച്ചതാണ്. ഐം ബോൺ വിത്ത് സ്ട്രെങ്ത്. ഞാൻ സ്ട്രെങ്ത് ആയിട്ട് ജനിച്ചതാണ്. ഐം ബോൺ വിത്ത് വാല്യൂസ്. ഞാൻ വാല്യൂസ് ആയിട്ട് ജനിച്ചതാണ്. ഐ ഹാവ് വിങ്സ്. എനിക്ക് ചിറകുകളുണ്ട്. ഐം നോട്ട് മെൻ ഫോർ ക്രോളിങ്. ഞാൻ എഴയാൻ വേണ്ടിയുള്ളതല്ല. ഐ ഹാവ് വിങ്സ്. ഐ വിൽ ഫ്ലൈ. ഞാൻ പാറുക തന്നെ ചെയ്യും, ഞാൻ പറക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ടോക്ക് എന്ത് ചെയ്യണം? അവനവൻ്റെ മൈൻഡിന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ടു ഫേസ് ദ എക്സാം. മക്കളെ ശ്രദ്ധിക്കുക. പിന്നെന്താ അറിയോ, ഇപ്പം നിങ്ങൾ ഇത് കണ്ടുണ്ടാവില്ലേ, ഒരു ക്രിസ്മസ് എക്സാമിൻ്റെ അല്ലേ, എങ്ങനെ എല്ലാ ടീച്ചേഴ്സും പഠിപ്പിക്കുന്നുണ്ട് അടുത്ത ക്രിസ്മസ് എക്സാമിന് എന്താ ഉണ്ടാവുക, അല്ലെങ്കിൽ അടുത്ത പബ്ലിക് എക്സാമിന് എന്താ ചോദ്യം വരിക. ഇതെല്ലാം നമ്മൾ മൈൻഡ് ചെയ്യാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. മൈൻഡ് ചെയ്യുക. നമ്മളെ ഫോക്കസ് എന്ത് ചെയ്യണ്ടാവുക? വെറും കളി, കുച്ചറ അല്ലേ, അങ്ങനെ മാത്രമായിട്ട് ലൈഫിന് എന്ത് ചെയ്യുക? ഡിസൈൻ ചെയ്യാണ്ട് ഒന്ന് റീഡിസൈൻ ചെയ്യുക. കാര്യം സക്സസ് എവിടെ കിടക്കുന്നത്? ഈ പഠനത്തിലാണ് സക്സസ് കിടക്കുന്നത് പറയുന്ന ഒരു ബോധം അവനവൻ്റെ ഉള്ളിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി. ഒന്നും കൂടെ ഞാൻ കയറി പോവാട്ടോ. ഒന്നും കൂടെ ഒന്ന് നോക്കൂ നിങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെന്ത് ചെയ്യുക? ക്രിയേറ്റ് എ സ്റ്റഡി പ്ലാൻ. ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. പിന്നെന്താണ്? ഒരു റിയലിസ്റ്റിക് ഗോൾസ് ഉണ്ടാക്കുക അല്ലേ? പിന്നെന്താണ്? പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ ഗോൾ എന്നൊക്കെ പറയുന്ന സംഗതി എന്താണെന്ന് അറിയോ? നേരത്തെ പറഞ്ഞില്ല, ഇങ്ങനത്തെ കുറച്ച് പ്ലാൻ പറഞ്ഞില്ലായിരുന്നോ? ഇന്ന ദിവസം ഇത്ര പോർഷനെ പഠിക്കുള്ളൂ എന്ന് പറയുന്ന പറ്റുന്ന സംഗതി എന്ത് ചെയ്യുക? ഗോളായിട്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഞാൻ പഠിച്ചിട്ടുണ്ടോ എന്ന് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യുക? വേണ്ട ഹെൽപ്പുകൾക്ക് വേണ്ടിയിട്ട് സുഹൃത്തുക്കളെയോ ടീച്ചേഴ്സിനെയോ ഒക്കെ ബന്ധപ്പെടാലോ. അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് ചേഞ്ച് പറ? ഒന്നെന്ത് ചെയ്യുക അല്ലേ? ഫ്രെയിം തിങ്കിങ് അല്ലേ, പിന്നെ റീഫ്രെയിം യുവർ തിങ്കിങ്. നിങ്ങളെ ചിന്താഗതി മാറ്റുക. ഫോക്കസ് ഓൺ പ്രോഗ്രസ് അല്ലേ, പ്രോഗ്രസ്സിൽ ഫോക്കസ് ചെയ്യുക. ഡെവലപ്പ് ഗ്രോത്ത് പ്ലാൻ അല്ലേ, ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഒരു പൈസക്കാരൻ്റെ മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തിനാണ് നിങ്ങൾ ചെറിയ പ്ലാനിലേക്ക് മാത്രം ഒതുങ്ങി കൂടേണ്ട ആവശ്യം അല്ലേ? ചെറിയ ജോലി അതിനല്ല, വലിയ ജോലിനെ കുറിച്ചൊക്കെ നിങ്ങൾ എന്തിനാ ഇപ്പോഴേ മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം. മാത്രമല്ല, നിങ്ങൾക്ക് നല്ല കഴിവുള്ള ആളാന്ന് പറയുന്ന ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം കേട്ടോ. ദെൻ വിഷ്വലൈസ് സക്സസ്. പിന്നെന്താണ് പറയുക? പോസിറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടാക്കി വെക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ഡിയർ സ്റ്റുഡൻസ്. നന്നായിട്ട് എന്ത് ചെയ്യുക? എക്സാമിനെ ഫേസ് ചെയ്യാൻ ഇപ്പോഴേ പ്ലാൻ ചെയ്ത്, ഞാൻ നേരത്തെ പറഞ്ഞ സ്മോൾ ഇൻക്രിമെൻ്റൽ ചേഞ്ച് എന്താ പറ ഒരു ജാപ്പനീസ് ടെക്നോളജി പറഞ്ഞില്ലേ, സ്മോൾ ഇൻക്രിമെൻ്റൽ ചേഞ്ച്. ചെറിയ എന്ത് ചെയ്യുക? ഒരു മാറ്റങ്ങൾ നിങ്ങൾ ലൈഫിൽ ഇപ്പോഴേ കൊണ്ടുവന്നാൽ നിങ്ങളെ പബ്ലിക് എക്സാം ആകുമ്പോഴത്തേക്ക് ഒരു വലിയ മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളത് ഞാൻ തരുന്ന ഗ്യാരണ്ടിയാണ്. എൻ്റെ ലൈഫിലൊക്കെ ഞാൻ എടുത്ത് സക്സസ് ആയിട്ടുള്ള കാര്യം കേട്ടോ. ചെറിയ മാറ്റങ്ങൾ നമ്മളെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കുക. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ? നമുക്കൊരു പറച്ചിലുണ്ട് പൗലോ കൊയ്ലോൻ്റെ ഒക്കെ, നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. പക്ഷെ നമുക്ക് ലക്ഷ്യം ഉണ്ടായേ പറ്റൂ. ലക്ഷ്യമുള്ളവരാകുക. നമുക്ക് ഈ എക്സാം ഒക്കെ വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാടാ. നമ്മുടെ റാൻസിൻ്റെ കൂടെ നിങ്ങൾ നിന്നോളൂ. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്തോളൂ. ലൈക്ക് അടിക്കാൻ മറക്കണ്ട. മാത്രമല്ല നമ്മൾ ഈ റാൻസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തരുന്ന എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നോട്ട്സിനൊക്കെ താഴെ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ജോയിൻ ചെയ്യുക. Thank you very much.